ഓക്കെ. അപ്പോൾ പ്ലെയർ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാം, ലാസ്റ്റ് വീഡിയോ വന്നത് ബ്രസീൽ നോർവേ മാച്ചിന്റെ അന്ന് പ്രിവ്യൂ ആയിട്ട് വന്നതാണ്. പിന്നെ അറിയാവുന്ന പോലെ തന്നെ ദയനീയമായി ഞങ്ങളുടെ ടീം തോറ്റു. അപ്പൊ സ്വാഭാവികം അറിയാലോ, തോറ്റാലും എന്തായാലും ഇനി അത്രയൊക്കെ പറഞ്ഞാലും ചെറിയൊരു വിഷമം ഉണ്ടാവും. അപ്പൊ അതിന്റെ ഹാങ് ഓവറും പിന്നെ മറ്റു ചില തിരക്കുകളൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ വളരെ വൈകി. അപ്പോ അതും കഴിഞ്ഞ് അതിന്റെ അടുത്ത റൗണ്ടുകളും കഴിഞ്ഞ് ബ്രസീലിനെ തോൽപ്പിച്ച നോർവേ അടുത്ത റൗണ്ട് കയറി. അവര് പുറത്തു പോയി, അവര് വീട്ടിൽ തിരിച്ച് നോർവേയിലും എത്തി. അപ്പൊ അത് ആ കഥ അങ്ങനെ അവിടെ തീർന്ന്. പക്ഷെ പറഞ്ഞ പോലെ ബ്രസീൽ പ്ലേയേഴ്സും അവർ വെക്കേഷനിലൊക്കെ അടിച്ചു പൊളിച്ച് അവരും വേറൊരു അവസ്ഥയിലെത്തി. പക്ഷെ പാവം ഫാൻസിന്റെ അവസ്ഥ ഇതാണ്. കളി നമുക്ക് ഇപ്പോഴും എന്താ പറയാ, തോറ്റിന്റെ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയാ. ആ അതെ അതെ. പക്ഷെ എനിക്ക് കുറെ ഓക്കെയാണ്. അപ്പൊ നമ്മളിപ്പോ കുറെ പലവട്ടം ഗ്രൂപ്പിൽ ഇതിലൊക്കെ ആയിട്ട് പറഞ്ഞു. കാരണം 2018 വെച്ച് നോക്കുമ്പോ 14 പിന്നെ കോമഡി ആയി മാറി. ഫസ്റ്റത്തെ ഒരു വിഷമം 18 നോക്കുമ്പോ അത്ര വിഷമം ഉണ്ടായില്ല. 22 വന്നപ്പോ കുറച്ച് വിഷമം കുറഞ്ഞു എക്സിറ്റില്. 22 26 എത്തിയപ്പോ എന്തോ ആദ്യം എക്സ്പെക്ടഡ് ആയതുകൊണ്ടാന്ന് അറിഞ്ഞൂടാ, വിഷമം ഒന്നും കൂടി കുറഞ്ഞ്. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും ഭയങ്കര ഏർലി എക്സിറ്റ് ആയി പോയി അല്ലെ. ഒരു നിരാശാജനകം എന്ന് പറയാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ പ്രീ ക്വാർട്ടറിലൊക്കെ ബ്രസീൽ തോൽക്കുന്നത് 1990 ശേഷം ആദ്യം എന്നാണ് ഞാൻ കണ്ടത്. അപ്പോ എന്താ എനിക്ക് പറയാനുള്ളത്, എന്തായിരിക്കും ഇനിയിപ്പോ ബ്രസീലിന്റെ ഒരു ഭാവി എന്തായിരിക്കും ഇന്റർനാഷണൽ ഫുട്ബോളിൽ? ബ്രസീലിന്റെ ഫ്യൂച്ചർ ആയിട്ട് ഒരുപാട് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. ഇതേപോലെ നല്ല മാനേജർ സ്റ്റിക്ക് ചെയ്യുക. പല്ല് കൊഴിഞ്ഞ കുറെ സിംഹങ്ങളുണ്ട് റിട്ടയർ ചെയ്യാന്. അവലൊക്കെ ഒന്ന് റിട്ടയർ ആയിട്ട് ലൈം ലൈറ്റ് ഒന്ന് പോയിട്ട്. സൗണ്ട് കുറവാ, ഒന്ന് കുറച്ച് സൗണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ, കേൾക്കുന്നുണ്ട്. സൗണ്ട് ഇച്ചിരി കുറവാണ്. ഞാൻ എന്റെ ഹെഡ്സെറ്റ് ഇല്ല, അതുകൊണ്ടാ. അപ്പോ നമുക്ക് ഇനി കുറെ പല്ല് കൊഴിഞ്ഞ സിംഹങ്ങൾ കുറെ പോവാനുണ്ട്. അപ്പോ ഒരു പ്രോപ്പർ ആയിട്ട് ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയാൻ പറ്റില്ല, കുറെയൊക്കെ ട്രാൻസിഷൻ നടന്നു കഴിഞ്ഞ്. ഒരു നെയ്മറിന്റെ ഷോൾഡറിൽ നിൽക്കുന്ന ബ്രസീലിന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട്, നെയ്മർ ഇല്ല, പ്ലാനിൽ പോലും ഇല്ലാത്തൊരു ബ്രസീലായിട്ട് മാറിയുണ്ട് ഓൾറെഡി. അപ്പൊ ഇനിയും കുറച്ച് പോലെ ഇതേപോലെ മിഡ്ഫീൽഡില് അതേപോലെ 2 വിങ് ബാക്സ്. സൗണ്ട് വളരെ കുറവാണ്. ഈ ഫോൺ ഒന്നുകൂടി എടുത്തു വെച്ച് നോക്കിയാ, സൗണ്ട് കുറവാണ്. ഒറ്റ മിനിറ്റ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ ഫോണിൽ എങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ, സ്ട്രെയിറ്റ് ആയിട്ട്. ഇപ്പൊ ഓക്കെ, പറഞ്ഞോ. ഓക്കെ. പല്ല് കഴിഞ്ഞ കുറെ സിംഹങ്ങൾ പോവാനുണ്ട്. അപ്പം തന്നെ ബ്രസീൽ ഒരു ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഓൾറെഡി ട്രാൻസിഷൻ നടന്നു കഴിഞ്ഞു. അതിൽ നെയ്മറിന്റെ ഷോൾഡറിൽ നിന്ന് കുറെയൊക്കെ കളി മാറി. ഒരു നെയ്മർ ബ്രസീൽ എന്ന് പറഞ്ഞ രൂപത്തിൽ നിന്ന് കുറെ മാറിയിട്ടുണ്ട്. റിസൾട്ടും കപ്പൊന്നും ഇല്ലെങ്കിൽ പോലും നെയ്മർ ഇല്ലെങ്കിൽ ഒന്നും ഇല്ല എന്നുള്ള സിറ്റുവേഷനിൽ കുറച്ചൊക്കെ ഒരു ആൻസലോട്ടിന്ന് ചെറിയൊരു പ്രോഗ്രസ് ഉണ്ട്. അതിന് ഇതേപോലെ ഇനി കസമീറോ, ഒരുപാട് പ്ലേയേഴ്സ്, ഡാനിലോ, സാൻഡ്രോ, അതിനൊക്കെ പകരം വേറെ ഫുൾ ബാക്സ് ഇപ്പോഴത്തെ ഗെയിമിൽ ഭയങ്കര ഒരു റോള് വഹിക്കുന്നതാണ്. ഇത് ഇപ്പോഴത്തെ ഒരു കണ്ടംപററി ഫുട്ബോളിൽ ഫുൾ ബാക്കിന് അത്ര റോളുണ്ട്. എക്സ്പെക്റ്റഡ് തന്നെ. നമ്മൾ പിന്നെ ഡാനിലോ എന്നൊക്കെ എന്താണ് നമ്മളെ ഔട്ട്പുട്ട് നമുക്ക് അറിയാം. പക്ഷെ എന്നാലും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പോലും റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ടോക്ക് നമ്മൾ നടത്തി. പക്ഷെ നോർവേ ആയിട്ട് അങ്ങനെ തോൽക്കും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. ക്ലിയർ ആയിട്ട് ബ്രസീൽ ഈ ഫുട്ബോൾ വികാരാതീതമായിട്ട് കളിക്കണമെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം ചെറിയൊരു മിസ് ഇവന്മാരെ ഗെയിമിനെ മൊത്തമായിട്ട് ബാധിക്കും. അത് തരണം ചെയ്യാനുള്ള ഒരു മനക്കെട്ടില്ല. ആ ഒരു പ്രശ്നം നല്ലോണ്ട്. പിന്നെ അതേപോലെ അതിനുള്ള ലീഡർഷിപ്പ് ഫ്രണ്ടിലില്ല. ബാക്കിൽ മാർക്കിനോസ്, ഗബ്രിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊരു അറ്റാക്കിങ്ങിൽ പോയിട്ട് ചെയ്യാനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒന്നും ഒരു ഭയങ്കരമായിട്ട് വികാരമായിട്ട്. ഈ ബ്രസീലിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഗോൾ കൺസിഡർ ചെയ്താൽ മതി, ഏർലി ഒരു ഗോൾ കൺസിഡർ ചെയ്താൽ പിന്നെ അവന്മാർക്ക് ഭയങ്കര പാനിക് ആവും. അതേപോലെ തന്നെ അവസാനത്തിലും ഏർലി സ്റ്റേജിലും അവസാനത്തിലും ഒന്ന് കിട്ടിയാൽ ബ്രസീൽ ഭയങ്കര പ്രശ്നമാണ്. ഈ പ്രീ ക്വാർട്ടർ ഭയങ്കര ഡൗൺ ആവും. അതെന്താ വെച്ചാല്, എനിക്കിപ്പോ ഫുട്ബോൾ ശരിയാണ്, നമ്മളാരും ഫേവറേറ്റ്സിന്റെ ലിസ്റ്റിലോ കപ്പ് എടുക്കുന്നതിലോ ബ്രസീലിനെ കൂട്ടിയിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് ആണെങ്കിലും നമ്മൾ ഫാൻസിനുള്ളിൽ ഉണ്ടാവുമല്ലോ ഒരു കളി. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു, ഞാനൊരു മിനിമം ക്വാർട്ടറെങ്കിലും എത്തുന്ന പ്രതീക്ഷിക്കുന്നത്. ഇത് പ്രീ ക്വാർട്ടർ എന്ന് പറയുമ്പോ ആക്ച്വലി എന്താ വെച്ചാല്, ആക്ച്വലി പറയുമ്പോ 2018 വേൾഡ് കപ്പ്, 2022 ലോകകപ്പ് നോക്കുമ്പോ അന്നും ഇന്നും നമ്മൾ 5 കളി കളിച്ചിക്കണ്. കാരണം എന്താ വെച്ചാൽ ഇപ്രാവശ്യം 48 ടീം ഉണ്ടായതുകൊണ്ട് റൗണ്ട് ഓഫ് 32 എന്ന് പറഞ്ഞ റൗണ്ടും കൂടി വന്നതുകൊണ്ട് 5 കളി കളിച്ചെന്ന് പറയാം. 2 നോക്കൗട്ട് കളിച്ച് രണ്ടാമത്തെ കളി പോയി. പക്ഷെ എനിക്ക് ഏറ്റവും അതിൽ നിരാശ ഉള്ള ഒരു സാധനം,
ഈ ആ ഒരു മെന്റൽ ബാരിയർ ആയിരുന്നു 2002 ലോകകപ്പ് എടുത്തതിന് ശേഷം ഒരു ലോകകപ്പിലും നോക്കൌട്ടിൽ വന്നിട്ടുള്ള ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. ഗ്രൂപ്പിൽ സ്വിറ്റ്സർലൻഡും സെർബിയ ഒക്കെ പലവട്ടം വന്നിട്ട് തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നോക്കൌട്ടിൽ വന്ന ഒരു യൂറോപ്യൻ ടീം ഏതാണോ ആദ്യം വരുന്നത് ആ യൂറോപ്യൻ ടീമിനോട് തോൽക്കുക എന്നുള്ള ആ ഒരു മെന്റൽ ബാരിയർ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും CBF പല പരീക്ഷണങ്ങളും നടത്തിയിട്ട് ആൻസലോട്ടിയിലേക്ക് വന്നപ്പോൾ വിചാരിച്ചൊരു കാര്യം, യൂറോപ്യൻ എക്സ്പീരിയൻസ് ഉള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ കപ്പായിട്ടുള്ള ചാമ്പ്യൻസ് ലീഗുകൾ അമ്മാനമാടിയ ഒരു മാനേജർ അല്ലേ. അപ്പൊ ആ ഒരു കേസിൽ യൂറോപ്യന്മാരായിട്ടുള്ള ഒരു മെന്റൽ ബാരിയർ മിനിമം ഇപ്രാവശ്യം കപ്പ് കിട്ടിയില്ലെങ്കിലും ആ ഒരു ബാരിയറെങ്കിലും നമ്മൾ തകർത്തു. ആ ഒരു റെക്കോർഡ് ഇല്ലാതാക്കിയിട്ട് അടുത്ത റൗണ്ടിൽ ഈവൻ ഇംഗ്ലണ്ടിനോട് തോറ്റാൽ വരെ എത്ര പ്രശ്നമില്ലായിരുന്നു എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോ നമ്മളിപ്പോ കളിന്റെ മുന്നേ ആണെങ്കിലും ജപ്പാനോട് പറഞ്ഞ പോലെ ഒന്നും ഫാൻസ് ആരാണെങ്കിലും നോർവേനെ ഒരു വിലയെടുത്ത് കാണിച്ച പോലെ ഫാൻസിനൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം ഫാൻസ് ഒക്കെ ജപ്പാനായിട്ടുള്ള മാച്ച് പറഞ്ഞു ഭയങ്കര ടഫ് ആയിരിക്കും പക്ഷെ അതേപോലെ നോർവേനായിട്ട് എല്ലാവരും പറഞ്ഞു അത് ജയിക്കും എന്നൊക്കെ. പക്ഷെ അപ്പോൾ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നോക്കൌട്ട് ആണ്, യൂറോപ്യൻ ടീമാണ്, ഹാലണ്ടുള്ള ടീമാണ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ആൻസലോട്ടിയും പ്ലേയേഴ്സും അങ്ങനെ ഒരു വില കുറച്ച് കാണൽ ചെയ്തുകണോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. അപ്പൊ ഏറ്റവും നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി നോർവേ കളിച്ചില്ലെങ്കിലും ഹാലൻഡ് വേൾഡ് ബെസ്റ്റ് സ്ട്രൈക്കർ അവിടെ ഉണ്ട്. അതെ, ഒരു ഹാഫ് ചാൻസ് കിട്ടിയാൽ മതി, കളിയൊന്നും വേണമെന്നില്ല, അത് ഫിനിഷ് ചെയ്യും നമ്മൾ പറഞ്ഞിരുന്നത്. അതന്നെ സംഭവിച്ചേ. പിന്നെ വേറെന്ന് വെച്ചാല് നമുക്ക് ഏറ്റവും വേറൊരു ഭയങ്കര നിരാശ എന്താ വെച്ചാല് തോറ്റത് വകത്. പക്ഷെ ആ തോറ്റ രീതിയാണ്, കളിച്ച രീതി. ഒരു ഇന്റന്റും ഇല്ല, ഒരു മെന്റാലിറ്റി ഇല്ല, വേണമെന്നില്ല. അപ്പൊ ഫസ്റ്റ് ഹാഫിലൊക്കെ പല ഗ്രൂപ്പുകളിലും പറയുന്നത് നമ്മൾ പ്ലേയേഴ്സ് ഇങ്ങനെ ചുമ്മാ ബോൾ വേണ്ട, ആർക്കും വേണ്ട. ഒഡേഗാർഡൊക്കെ അങ്ങനെ ബോളായിട്ട് ഇങ്ങനെ നടന്നിട്ടും പാട്ടടിയിട്ടൊക്കെ ഇങ്ങനെ കളിക്കുന്നത്. അത്രയും സ്പേസും ടൈമും കൊടുക്കുക. അപ്പൊ നമ്മൾ വിചാരിച്ചോ എനർജി സേവ് ചെയ്തിരിക്കും, സെക്കൻഡ് ഹാഫിന് എനർജി സേവ്. സെക്കൻഡ് ഹാഫിലും വന്നില്ല. അതുകൊണ്ട് ആൻസലോട്ടിന്റെ കയ്യിൽ നിന്നൊക്കെ മൊത്തത്തില് അന്നത്തെ ഗെയിം പാളിയിക്കണേ. മൊത്തം നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഭയങ്കര സ്റ്റാർട്ടിങ് 11 മുതലേ പാളിയിട്ടുണ്ട്. കാരണം നല്ല നോർവേക്ക് ഇങ്ങനെ ഒഡേഗാർഡ്, സാന്റബർഗ് ഒരു മിഡ്ഫീൽഡ് കുറച്ചും കൂടെ മൊബൈൽ ആയിട്ടുള്ള മിഡ്ഫീൽഡാണ്. അതിലൊരു കാസമീറോ, പിന്നെ ഇതില് ഒരു ഫ്രണ്ടിലേക്ക് കുറച്ചും കൂടെ ഒരു അറ്റാക്കിംഗ് ഔട്ട്ലെറ്റ് രണ്ടും കണക്ട് ചെയ്യുന്ന ഒരാൾ ബ്രൂണോ ആണ്. അപ്പൊ ബ്രൂണോനെ ഈ കാസമീറോന്റെ കൂടെ ഒരു ഡബിൾ പിവോട്ടിൽ തളച്ചിടുമ്പോൾ ആ ഒരു മിഡ്ഫീൽഡിൽ കുറെ മിസ്സാവുന്നൊരു ലക്ഷറി ഉണ്ട്. പിന്നെ അതിലേക്ക് ഫസ്റ്റ് ആരാ മാർട്ടിനല്ലേ സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം ജപ്പാനോട് കളിച്ചുള്ള ഒരു അപ്രോച്ച് അല്ലല്ലോ ഈ ഒരു അപ്രോച്ച്. പക്ഷെ നമുക്ക് മിഡ്ഫീൽഡേഴ്സ് വേറെ നമുക്ക് പരീക്ഷിക്കാമായിരുന്നു. നമുക്കൊരു ബാലൻസ് ഉണ്ടല്ലോ മിഡ്ഫീൽഡിൽ. നമ്മൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ആ ഒരു കൺട്രോൾ പോയിട്ടുണ്ട്. മിഡ്ഫീൽഡിന് ആ ലൈനപ്പ് വന്നപ്പോ തന്നെ നെഗറ്റീവായി പഠിച്ചേ സംഗതി. മാർട്ടിനെല്ലി ഫസ്റ്റ് ഹാഫിൽ ഓക്കെ കിട്ടുന്ന ചാൻസിൽ അപ്പൊ ആ മാർട്ടിനെല്ലി ആ മിഡിൽ ഇറങ്ങിയത് കൊണ്ടാണ് ആ കളിന്റെ സ്റ്റാറ്റ്സിൽ ഈ പറഞ്ഞ പോലെ പൊസഷൻ അത്രയും ഭീകരമായിട്ട് നോർവേക്ക് വന്നതും നമുക്ക് പൊസിഷൻ കുറയാനുള്ള ഒരു കാരണം. പക്ഷെ അതിന് ഗുണം ദോഷം ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ എന്നാണ് ഞാൻ വിശ്വസിക്കേണ്ടത്. ഇപ്പൊ അതുകൊണ്ടുണ്ടായ ഗുണം എന്താ വെച്ചാല് XG നോക്കുന്ന സമയത്ത് ക്വാളിറ്റി ഉള്ള കൗണ്ടർ അറ്റാക്കിൽ നമുക്ക് നല്ല ചാൻസുകൾ കിട്ടി. അത് നമ്മൾ ഫിനിഷ് ചെയ്തില്ല, കൺവേർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ഫസ്റ്റ് ഹാഫിലൊക്കെ ആണെങ്കിലും ഈ മാർട്ടിനെല്ലിക്ക് പന്ത് കിട്ടുന്ന സമയത്ത് അവന്റെ ഒരു പേസ് വെച്ചിട്ട് അവന് ഭയങ്കര സ്പീഡിൽ ഓടി ബോൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ബോക്സിൽ കുറച്ച് ഡേഞ്ചർ സിറ്റുവേഷൻസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്ത്. അപ്പൊ അത് മാർട്ടിനെല്ലി ഇറക്കിയത് കൊണ്ട് അങ്ങനത്തെ സാധനം ഉണ്ടായി. ഇപ്പോ വേറൊരു കണക്കെന്ന് വെച്ചാൽ ഇപ്പോ ഇതിന്റെ ഈ ഡാറ്റ ഇതൊക്കെ നോക്കുന്ന സമയത്ത് ബ്രസീൽ ഔട്ടായിട്ടും ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞിട്ടും ഫ്രാൻസിന്റെ തൊട്ട് പിന്നിലൊക്കെ ആയിട്ട് XG ബ്രസീൽ ഉണ്ട്. അതായത് എക്സ്പെക്ടഡ് ഗോൾസ് എന്ന് പറഞ്ഞ പോലെ അത്രയും ഷോട്ട് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന പൊസിഷനിൽ ബ്രസീൽ ഫോർവേഡ് എത്തിയിട്ടുണ്ട്. പക്ഷെ എന്താ അത് ഒട്ടും ക്ലിനിക്കൽ അല്ല, അത് തീരെ ഫിനിഷ് ചെയ്യുന്നില്ല. ചാൻസസ് ഇത്തരം ഗെയിമുകളിൽ ചാൻസ് ഒന്നും ഫിനിഷ് ചെയ്യാതെ കിട്ടിയ ചാൻസ് ഒക്കെ ബാർമക്കും അല്ലെങ്കിൽ കീപ്പറെ കയ്യിലേക്കൊക്കെ ഒട്ടും ഫിനിഷിംഗ് ഇല്ലാതെ അടിച്ചാൽ ഫുട്ബോൾ ഗോൾ അടിക്കലാണ് ജയിക്കാനുള്ളത്. സ്വാഭാവികമായിട്ടും ഉള്ള ഫലമാണ് പുറത്ത് പോകാന്നുള്ളത്. അപ്പോ ഒന്നാമത് അതാണ് നമ്മള് ഇപ്പൊ ആ കളിയിൽ പറഞ്ഞ പോലെ മാർട്ടിനെല്ലി വന്നുകൊണ്ടാണ് തീരെ കൺട്രോൾ ഇല്ലാതായത്. പിന്നെ സ്റ്റിൽ അങ്ങനെയൊക്കെ മോശമായിട്ട് കളിച്ചാലും നമുക്ക് ആ കളി ജയിക്കായിരുന്നു. കാരണം അതിനുള്ള ഒരു കളി നോർവേയും കളിച്ചിട്ടുള്ളായിരുന്നു ഫസ്റ്റ് ഹാഫില്. പക്ഷെ നോർവേ ചെയ്തൊരു കാര്യം എന്താ വെച്ചാല് സെക്കൻഡ് ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം അവര് ഗിയർ ചേഞ്ച് ചെയ്ത്. രണ്ടാമത്തെ ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം അവർ ഗിയർ ചേഞ്ച് ചെയ്തൊരു സ്പീഡ് കൂട്ടി അവര് പിന്നെ അവർ കണ്ടില്ല വളരെ ബ്രേവ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. അപ്പൊ ഫസ്റ്റ് ഹാഫിൽ ആ ന്യൂസനെയും സോർലോത്തിനെ വലിച്ചിട്ട് അവിടെ 2 അസിസ്റ്റ് കൊടുത്ത പയ്യനും മറ്റേ സൈഡിൽ ഓസ്കാർ ബോബിനെ കൊണ്ടുവന്നപ്പോൾ ബ്രസീലര് വരെ സംശയിച്ച് ഇയാൾ എന്താ ഉദ്ദേശിക്കണേ, ന്യൂസനൊക്കെ ഇപ്പൊ തന്നെ വലിച്ച് എത്ര നല്ല പ്ലെയർ. അപ്പോ അവൻ എഫക്റ്റീവ് അല്ലാന്ന് കണ്ട ഉടനെ മാറ്റി. അത് അയാൾ ആ തന്ത്രം ശരിക്കും അന്ന് വിജയിച്ച് അല്ലെ. അതല്ലേ ശരിക്കും എന്താ അവര് ടാക്ടിക്കലൊക്കെ നോക്കുകയാണെങ്കിൽ ആൻസലോട്ടിനെ ഇതായിരിക്കും. അതില് ഓല തന്ത്രത്തിനനുസരിച്ചിട്ട് ആൻസലോട്ടിന്റെ കയ്യിൽ ഒരു മിസ്റ്റേക്കും കൂടെ വന്നിട്ടുണ്ട്. കാരണം അത്ര നേരം ആ ഒരു സൈഡിൽ സപ്പോർട്ട് ചെയ്ത്, കാരണം മൂപ്പര് കളിപ്പിക്കുന്നത് 4-4-2 ആണ് കളിപ്പിക്കുന്നത്. അപ്പൊ ഒരു മിഡ്ഫീൽഡിൽ ആ ഒരു സൈഡിൽ
എപ്പോഴും കവർ എടുക്കുന്ന ആള് റയാനാണ്, ആ ഒരു റൈറ്റ് സൈഡില്. അപ്പൊ റയാന് അതിന് കേറ്റിയതിന് ശേഷം റയാന് കൊടുക്കേണ്ട കാരണമാണ്, അതിലേക്ക് നമുക്ക് വരാം. ഡാനിയലാണ് അവിടെ കളിക്കുന്നത്. അതെ. അപ്പൊ എന്താ പറയുക, ഞാൻ പറഞ്ഞ വെച്ചാല് ഈ ന്യൂസനൊക്കെ കേറ്റിയതില് ഇതേപോലെ ആൻസലോട്ടിന്റെ ആ ഒരു സബ്ബിനും കൂടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. കാരണം അതിന് ശേഷം അവിടെ വന്ന പ്ലെയർ എൻട്രിക് ആണ്, അവൻ കൂടുതൽ ഒഫൻസീവ് സൈഡാണ് നോക്കുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് അവിടെ നല്ലോണം ബാധിച്ചു. പിന്നെ ഇതേ പറഞ്ഞ പോലെ നെയ്മറും കൂടെ ഇറങ്ങിയപ്പോ അത് നമ്മൾ അറ്റാക്കിങ്ങിൽ എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും ടീമിന് മൊത്തത്തിൽ ബാലൻസ് ഉണ്ടല്ലോ. നമുക്ക് ഒരേപോലെ ഈ ഡിഫൻസീവ് ഡ്യൂട്ടീസ് എടുക്കാത്ത രണ്ട് പ്ലെയർ ഒരിക്കലും ബ്രസീൽ ടീമിന്റെ ഇപ്പോഴത്തെ ഒരു പ്ലേയേഴ്സിനെ വെച്ചിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയൂല. പ്രത്യേകിച്ച് അത് ആൾറെഡി അനാലിസിസ് ആൾറെഡി വന്നതാണ്, നമ്മളെ ഗ്രൂപ്പിലടക്കം ഞാൻ ഷെയർ ചെയ്താണ് മെസ്സേജ്. അതെ നെയ്മർ വരികയാണെന്നുണ്ടെങ്കിൽ വിനീഷ്യസിന് സബ്ബായിട്ട് വരിക എന്നല്ലാതെ വിനീഷ്യസും നെയ്മറും കൂടി പിച്ചിൽ വന്നാൽ അത് ഡിഫൻസീവ് സ്ട്രക്ചർ, ഓഫ് ദ ബോൾ സ്ട്രക്ചറിൽ ബ്രസീലിനെ അത്രയും ബാധിക്കും എന്നുള്ളത്. അതൊക്കെ നമുക്ക് നെയ്മർ ഇറങ്ങിയതിന് ശേഷം നമുക്ക് മനസ്സിലാവില്ല. കാരണം ബോള് കുറച്ചും കൂടെ ഒരു കയ്യിൽ വെക്കാൻ തുടങ്ങി. നമ്മൾ വെറുതെ ഒരാൾ മിസ്സാവണ പോലുള്ള ഒരു സാധനമാണ് ആ സ്ഥാനത്ത് വന്ന്. മൊത്തത്തിൽ സ്ട്രക്ചറിൽ നമ്മൾ ഡിഫൻസീവ് ഷേപ്പിൽ നമുക്ക് നല്ല ഒരു ഇത് വന്നിട്ടുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഈസിയായിട്ട് എന്താ വിളിച്ചു വരുത്തിയ തോൽവി അർഹിക്കുന്ന. അതെ അതെ, അതാണ് വിഷയം. അതായത് തോറ്റത് എന്ന് വെച്ചാൽ നോർവേനോട് അവരെ കയ്യിൽ ഗെയിമാണ് കൊണ്ടു കൊടുത്ത പോലെ നമുക്ക്. ഇപ്പൊ മെയിൻ ആയിട്ട് എന്താ പറയുക, ഒരു പ്ലേയേഴ്സിനൊന്നും ഒരു ബാഡ്ജിന് വേണ്ടിയില്ല. ഇപ്പൊ നമ്മള് എന്തൊക്കെ പറഞ്ഞാൽ നമ്മളെ റൈവൽസ് ആണ് അർജന്റീനക്ക്. അർജന്റീന പ്ലേയേഴ്സ് അർജന്റീന ബാഡ്ജിനും അല്ലെങ്കിൽ മെസ്സിക്ക് വേണ്ടി കപ്പിന് വേണ്ടി ഒരു വട്ടം കൂടി ലോകകപ്പ് കൊടുക്കണം എന്നുള്ള അവരെ ഡിറ്റർമിനേഷൻ കണ്ട 80 മിനിറ്റ് ആയാലും അവരെ ചത്ത് കളിക്കും. ആ ഒരു സാധനം നമ്മളെ പ്ലേയേഴ്സിനില്ല. നമ്മുടെ പ്ലേയേഴ്സ് ഇങ്ങനെ ഒരു വെക്കേഷനൊക്കെ അമേരിക്കയൊക്കെ വന്ന പോലെ ഇങ്ങനെ നടക്കുന്നു, ഇതാക്കുന്നു. പിന്നെ ഈ പറഞ്ഞ ഒരു എന്താ പറയാ ഇന്റൻസിറ്റി ഇല്ല, ഒരു എന്താ പറയാ ആ ഒരു ബാഡ്ജിന് വേണ്ടിയുള്ള ആ ഒരു ഭയങ്കര സ്പിരിറ്റ്, ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇല്ല. ഒന്നാമത് ലെഗ്സ് ഇല്ലാത്ത കുറെ പ്ലേയേഴ്സ്, ഈ പറഞ്ഞ പോലെ തീരെ വയ്യാത്ത പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ പ്രധാന കാര്യം ഇവരെ എനിക്ക് തോന്നുന്നു ഈ ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ആദ്യം ഇവരെ പഠിപ്പിക്കേണ്ടത് ആ മെന്റാലിറ്റി വൈസ് ഉള്ള അതിന് വല്ല സൈക്കോളജി ലെവൽ എന്തെങ്കിലും കൊടുക്കേണ്ടി തോന്നുന്നത്. കാരണം ഈ പറഞ്ഞത് എക്സാക്ട് നമ്മളത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. 2006, 2010, 2014, 2018 എല്ലാ ലോകകപ്പിൽ നോക്കിയാലും ഒരു പ്രഷർ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ബ്രസീലിയൻ അത് പ്ലേയേഴ്സ് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള പ്ലേയേഴ്സ് എല്ലാം ഒരേ മാനസികാവസ്ഥയിലൂടെ കടന്നുകൊണ്ട്. ഇപ്പൊ 10-ലാണെങ്കിൽ ഓർമ്മ ഉണ്ടാവുന്ന എനിക്കറിഞ്ഞൂടാ, റൊബീനിയോ നെതർലൻഡ്സ് ആയിട്ട് ക്വാർട്ടർ ഫൈനലിൽ ഒരു ഗോൾ അടിച്ചിട്ട് ബ്രസീൽ ലീഡ് ചെയ്ത കളി അവരൊന്ന് തിരിച്ചടിച്ചു. 1-1 ആയ സമയത്ത് ഫിലിപ്പ് മെലോ എന്ന് പറഞ്ഞിട്ട്, അത് ഈ 2-1 ആയപ്പോഴാണോ 1-1 ആയപ്പോഴാന്ന് അറിഞ്ഞൂടാ. ഹലോ ഒരു മിനിറ്റ്. ഓക്കെ, അതായത് അന്ന് ഓർമ്മ ഉണ്ടോ കളി, ഫിലിപ്പ് മെലോ റെഡ് കാർഡ് വാങ്ങിയൊരു കളി. അതായത് ഒരു മിനിറ്റ്. അതായത് അന്ന് ആക്ച്വലി 1-1 ആയ സമയത്തോ അതായത് 2-1 സമയത്ത് എപ്പോഴെന്നാണ് ഇവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനോ, പിന്നെ ഓക്കെ ഒരു ഗെയിമാണ്, എത്രയോ സമയമുണ്ട്, ഇപ്പൊ സമനിലാണെങ്കിൽ ജയിക്കാൻ ഒരു ഗോൾ അടിക്കണം, അല്ലെങ്കിൽ ഒരു ഗോൾ പിന്നിലാണെങ്കിൽ അതും അടിക്കാവുന്നതേ ഉള്ളൂ ഫുട്ബോളിൽ. ആ ഒരു മെന്റാലിറ്റി ഇവർക്കില്ല. ഫിലിപ്പ് മേല അന്ന് വീണ് കിടന്ന് സ്നൈഡർ ആണോ ഇനി റോബൻ ആണെന്ന് പറയില്ല, ഏതൊരു പ്ലെയറെ ചവിട്ടി റെഡ് കാർഡ് വാങ്ങിപ്പോയി. അവന്റെ ആ റെഡ് കാർഡും ആ ജൂലിയസ് സെസറിന്റെ ഒരു ബ്ലണ്ടറും കൂടി ആയപ്പോ ആ ഗോൾ ആ ബ്ലണ്ടറാണ്. പിന്നെ ഇവർ മെന്റലി ഡൗൺ ആയി. പിന്നെ ഇവർക്ക് ആ റെഡ് കാർഡും കൂടി കിട്ടോടുകൂടി കളി കക്കന്റെ ലാസ്റ്റ് ലോകകപ്പ് ഇരുന്ന് അത് പോയി. അത് കഴിഞ്ഞ് 14 ഓർമ്മ ഉണ്ടല്ലോ, നെയ്മർക്കും ഒക്കെ പരിക്ക് പറ്റി. നെയ്മർ അത്രയും വലിയ പ്ലെയർ ആണ്, അതൊക്കെ ശരിയാ. എനിക്ക് ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞൂടാ, ഈ ജർമ്മനിക്കെതിരെ ഇവര് നെയ്മർക്ക് പരിക്ക് പറ്റിയിട്ട് ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ചാല് അത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് എടുക്കുകയാണ് ചെയ്തത്. അതായത് ഗ്രൗണ്ടിൽ കളിക്കേണ്ട ഫുട്ബോളിന് പകരം ഒരു മിനിറ്റ് പോയോ, നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ? അപ്പോ പറഞ്ഞതെന്ന് വെച്ചാല് ആ ജർമ്മനിക്കെതിരെയുള്ള കളിയിൽ ഓക്കെ നമ്മള് ഗ്രൗണ്ടിൽ കളിക്കേണ്ടത് ഇമോഷണൽ ആയിട്ടല്ലല്ലോ. അപ്പൊ നെയ്മർ പോയി, എന്നാൽ നമ്മൾ ഫൈറ്റ് ചെയ്യാന്നുള്ളതിന് പകരം ഇവർ ആ ഒരു നാഷണൽ ആന്തം ബ്രസീലിന്റെ ചെല്ലുന്ന സമയത്ത് നെയ്മർ ജെയ്സി ഒക്കെ പിടിച്ചിട്ട് ഡേവിഡ് ലൂയിസ് ഓർമ്മ ഉണ്ടാന്ന് പറഞ്ഞൂടാ, ഡേവിഡ് ലൂയിസ് എമ്മാരി ഓവറാക്കൽ, എന്നിട്ട് ഇവരെ കണ്ണുന്നൊക്കെ വെള്ളം തറഞ്ഞ് വികാരത്തള്ളിച്ച. അപ്പൊ ഈ പറഞ്ഞ സത്യമാണ്, ഇവര് ഇത് ഇമോഷണലി കണ്ട് എനിക്കൊണ്ട് ഭയങ്കര ഓവർ വിശ്വാസം അങ്ങനത്തെ ഒക്കെ ഒരു മെന്റാലിറ്റി. ഒരു ഫുട്ബോൾ നമ്മൾ ഗ്രൗണ്ടിലല്ലേ കളിച്ച് കാണിക്കേണ്ടത് ജർമ്മനിക്കെതിരെ, അതോടുകൂടി അതുകൊണ്ട് ഓവർ ഡ്രാമ ഇമോഷണൽ ആക്കി എടുത്തോടുകൂടി അന്ന് ആ ഒരു ഹരാസ്മെന്റ് സംഭവിച്ചു 7-1. അത് അടുത്ത എക്സാമ്പിൾ. അത് കഴിഞ്ഞിട്ട് 18 വന്നപ്പോഴും
നമ്മൾ ബെൽജിയത്തിൻ്റെയൊക്കെ വാങ്ങി 2 ഗോൾ വാങ്ങിയിട്ട് പിന്നെ അവിടെ നിന്നുണ്ടല്ലോ ഒരു തിരിച്ചു വരാൻ കഴിഞ്ഞില്ല, ബാക്കിൽ പോയി. ഏറ്റവും വലിയ എക്സാമ്പിൾ 2022 അത്രയും കഷ്ടപ്പെട്ട ആ ഒരു വണ്ടർ ഗോൾ നെയ്മർ അടിച്ചിട്ട് ഇവന്മാർക്ക് ആ ഒരു 5 മിനിറ്റ് അത് ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. പോട്ടെ, 117 മിനിറ്റിൽ ഗോൾ അടിച്ചു കിട്ടി. അപ്പോഴും നമ്മൾ തോറ്റിട്ടില്ല, 1-1 ആയത്. പക്ഷെ അന്ന് ഓർമ്മ ഉണ്ടാന്ന് അറിഞ്ഞൂടാ, ഈ പെറ്റ്കോവിച്ച്, ആ ഗോൾ അടിച്ചവന്റെ പേരെന്താ എനിക്ക് ഓർമ്മയില്ല, പെറ്റ്കോവിച്ച് അങ്ങനെ എന്തായിരുന്നു തോന്നുന്നു. അവനൊരു 1-1 അടിച്ച സമയത്ത് ബ്രസീലിയൻ പ്ലേയേഴ്സിന്റെ ഒക്കെ ബോഡി ലാംഗ്വേജും ആറ്റിറ്റ്യൂഡൊക്കെ ഈ കണ്ടിരുന്നു. അതായത് തോറ്റ പോലെയാണ്. അതായത് സമനിലായി, ഇനി ഷൂട്ട് ഔട്ട് ഉണ്ട്, നമുക്ക് പിടിക്കാനൊന്നുമില്ല. ഇവരെ കസമിറൊക്കെ ഷൂട്ട് ഔട്ടിന് പോകുമ്പോ കസമിറോന്റെ ഒക്കെ എക്സ്പ്രഷൻ കാണണമായിരുന്നു. അതായത് കളി ഒഴിവാക്കി, നമ്മളെ കൊണ്ട് കിട്ടൂല എന്നല്ല. അപ്പൊ അതേ സാർ തന്നെ ഇപ്രാവശ്യം ബ്രൂണോ കമിറസ് ആ പെനാൽറ്റി മിസ്സാക്കിയ ശേഷം പിന്നെ അവന് ഫുള്ള് ആ ഒരു അതിന്റെ നെഗറ്റീവിലാണ്. ഇനി നമുക്ക് ഇന്ന് അന്ധവിശ്വാസം പോലെ ഇന്ന് നമ്മളെ ഡേ അല്ല, കുറച്ച് ചാൻസ് മിസ്സായി, ബാർമ കൊണ്ടു. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും എന്താണ് ഇവര് കണ്ടോ ആ ബ്രൂണന്റെ ആ മിസ്സിന് ശേഷം അവൻ പിന്നെ ഫുള്ള് നെഗറ്റീവ്. അതേപോലെ തന്നെ പിന്നെ ഇവന് കുറച്ച് ഒരു ബാർമ കുറച്ച് കൊണ്ടതിന് ശേഷം പിന്നെ നമ്മുടെ ടീം മൊത്തം ഒരു ഗോൾ അടിച്ചതിന് ശേഷം വൻ നെഗറ്റീവ്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഒരു ഗോൾ പിന്നെ പോയാൽ അതിന് ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരണമെന്നോ അങ്ങനത്തെ യാതൊരുവിധ ആ സാധനമാണ് ആദ്യം പഠിപ്പിക്കേണ്ടത് തോന്നുന്നു അല്ലേ? സത്യം, മെന്റാലിറ്റി മാറ്റേഴ്സ്. ആ അതേപോലെ ഞാൻ വേറൊരു സാധനങ്ങൾ നോക്കി. അതായത് നോക്കിയ സമയത്ത് കണ്ടൊരു കാര്യം എന്താ വെച്ചാല്, ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ഈ 2018-ലും 2022-ലൊക്കെ ടിറ്റ് ഉണ്ടായിരുന്ന സമയത്ത്. അപ്പൊ ഞാൻ അങ്ങനെ ഇതിന്റെ ഡാറ്റ നോക്കിയ സമയത്ത് ഈ 2018-ല് ബ്രസീല് അടിച്ച ഗോള് 2018-ലും 2022-ലും 2026-ലും നമ്മൾ ആകെ കളിച്ച കളി 5 കേട്ടോ. കാരണം 3 ഗ്രൂപ്പിലെ കളിയും 2 നോക്കൗട്ടും. ഇപ്രാവശ്യം പ്രീ ക്വാർട്ടർ ആണെങ്കിൽ അന്ന് റൗണ്ട് ഓഫ് 32 2018-ല് ടിറ്റിന്റെ കീഴില് 8 ഗോൾ അടിച്ചു, 3 ഗോൾ തിരിച്ചു വാങ്ങി. ഓക്കെ, 2022-ലാണെങ്കിൽ 8 ഗോൾ അടിച്ചു, 3 ഗോൾ വാങ്ങി. 2026-ലാണെങ്കിൽ 10 ഗോൾ അടിച്ചു, 4 ഗോൾ വാങ്ങി. അപ്പൊ ആൻസ്ലോട്ടി വന്നതെന്ന് വെച്ചിട്ട് ഒരിക്കലും എന്തില്ല, ഡിഫെൻസീവ്ലി നമ്മൾ ബെറ്റർ ആയിട്ടില്ല. ഈ എപ്പോഴും പറയല്ലോ ഈ ടിറ്റന്റെ കാലത്ത്, ടിറ്റ എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫെൻസിന് ആദ്യം പ്രാതിനിധ്യം കൊടുത്തു വരുന്ന ഒരു ടീമാണെന്നുള്ളത്. പക്ഷെ എന്താ അറിയോ, ഡിഫൻസില് എന്ന് പറഞ്ഞാൽ നമ്മള് ബ്രസീൽ ഒരിക്കലും ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യില്ല. 2 ഗോള് ഒരു റീസെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത മാച്ച് സത്യം പറഞ്ഞാല് ഈ കളിയാണ്. നമ്മള് 2014-ന് ശേഷം അല്ലേ 2 ഗോൾ നമുക്ക് വാങ്ങിയത് ഈ പ്രാവശ്യമാണ്, 26-ലാണ്. 18-ൽ നമ്മൾ 2 ഗോൾ വാങ്ങിയിട്ടില്ല എവിടെയും. ബെൽജിയത്തിനായിട്ട് ഓക്കെ അല്ല, ബെൽജിയത്തിനായിട്ട് 2-1 മീൻസ് നമ്മള് ഭയങ്കര മാർജിനിൽ നമ്മൾ എഴുതി തോറ്റിട്ടില്ല. നമ്മളൊക്കെ ഒരു നേരോ ആയിട്ടുള്ള, അതിലും നമുക്കറിയാലോ ബെൽജിയത്തിന്റെ കളി എങ്ങനെയാണ് അപ്രോച്ച്, നമ്മൾ അത്രയും ആക്ച്വലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന്. അപ്പോ ടിറ്റന്റെ എന്ന് പറഞ്ഞാൽ ഡിഫൻസിൽ നമുക്ക് എങ്ങനെ ആയാലും നമ്മൾ ഡിഫൻസിന്റെ ടിറ്റന്റെ ടൈമിൽ വേൾഡ് കപ്പിനൊന്നും മാത്രമായിട്ട് പറഞ്ഞേ, ടിറ്റന്റെ മൊത്തമായിട്ടുള്ള ആ ഒരു 80 കളി എടുത്താൽ എത്ര ഗോളാ കൺസിഡർ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം ഡിഫൻസീവിൽ അത്രയും സോളിഡ് ആണ്. ഒന്നാമത് കസമിറോന്റെ പ്രേം, തിയാഗോ സിൽവന്റെ പ്രേം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ആൻസിലോട്ടി വന്നിച്ചിട്ടേ ഡിഫെൻസീവിൽ ഇപ്പോഴും നമ്മൾ അത്ര അടിപൊളി അല്ലാന്ന്. എന്തറിയോ, ഇതില് മെയിൻ പ്രശ്നം എന്താ വെച്ചാല് ആൻജലോട്ടി ഒന്നും കൂടെ കളിക്കും. പക്ഷെ ആൻജലോട്ടിക്ക് ആ ഒരു കിട്ടിയ മിഡ്ഫീൽഡ് ഉണ്ടല്ലോ, കസമിറോന്റെ ഒക്കെ ലാസ്റ്റ് സ്റ്റേജ്, എന്നാലും മൂപ്പര് ടീമിൽ എടുത്ത് അങ്ങനത്തെ നല്ല കാലല്ല അടുത്ത്. അതെ അതെ, അതേപോലെ ഫുൾ ബാക്കിന് ഡാനിലോന്റെ ഒക്കെ ഹാലൻഡിന്റെ ഗോളിന് കൊടുത്ത സ്പേസ് ഉണ്ടല്ലേ, ആരെങ്കിലും കൊടുക്കും അത്ര സ്പേസാ. കാരണം അവിടെ നമ്മൾ തോറ്റിട്ടില്ല, 1-0 ആണ്. എപ്പോഴും തിരിച്ചടിക്കാം, ടൈം ഉണ്ട്, എക്സ്ട്രാ ടൈം ഒരു 6-7 മിനിറ്റ് ഉണ്ടാവും. അപ്പോഴും ഒരു ഗോള് കിട്ടിയപ്പോഴും 15-16 മിനിറ്റ് ബാക്കിയാ. നമുക്ക് സ്റ്റിൽ തിരിച്ചു വരാവുന്ന പറ്റുന്ന ഗെയിം പോലെ അപ്രോച്ച് ഉണ്ടല്ലോ, ആ ഒരു പ്രശ്നം. പക്ഷെ ആൻജലോട്ടി, ഞാൻ എപ്പോഴും പറയാം, ആൻജലോട്ടി കുറച്ചും കൂടെ ഈ പൊസൻ ബേസ്ഡ് കളി കളിക്കുന്ന ആളല്ല. മൂപ്പര് ഭയങ്കരമായിട്ട് ഡിഫൻസിൽ വെച്ചിട്ട് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മൾ ഓർഗനൈസ് ചെയ്ത് നമ്മൾ ചെയ്യാൻ പറ്റിയില്ല, അതാണ് നമുക്ക് പ്രശ്നമായത്. അതേപോലെ തന്നെ വേറെ എന്താ വെച്ചാല്, വേറെ കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ കുറെ ബ്രസീലിൽ നിന്നുള്ള കുറെ എക്സിലൊക്കെ അക്കൗണ്ടുകളൊക്കെ പറയുന്നത് വെച്ചാൽ ആൻസിലോട്ടിനെ വെച്ചിട്ട് വരെ പോയിട്ടുള്ളൂ, ഇതിനേക്കാളും നല്ലത് ഡൊറിവേൾ അല്ലായിരുന്നോ അല്ലെങ്കിൽ ഡെനിസ് അല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. പക്ഷെ അതിലൊന്നും അല്ല കഥ. ഡൊറിവേൾ തീരെ അതെന്തറിയോ, ഈ ബ്രസീലിയൻ ആൾക്കാർക്ക് കുറെ ആൾക്കാർക്ക് തീരെ ഒരു അവയർനെസ് ഇല്ല. അവർക്ക് ചിലപ്പോ ചിലവര് നെയ്മറിനെ റേറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട് ബ്രസീലിൽ.
നെയ്മർ ഒന്നുമില്ല. കാരണം അവർക്ക് ബ്രസീൽ ടോപ്പ് സ്കോറാണ്. നെയ്മർ ബ്രസീൽ ടീമിന് എന്താ ആ ചെയ്യുന്ന ചോദിക്കാറ്. അപ്പൊ ഓന്റെ കാട്ടിലും മേലെ വേറെ ആൾക്കാരൊക്കെ പറഞ്ഞു നെയ്മർ ഒന്നുമില്ല. ഓല് ഞാൻ അങ്ങനെ ഞാൻ അത്ര പോലെ കണക്കാക്കുന്നുള്ളൂ. പിന്നെ ആൻസലോട്ടി അല്ല പറഞ്ഞു അതില് ഓൻ ആകെ എന്താ വെച്ചാല് എത്ര ഗെയിമാ കിട്ടിയേ? 12 ഗെയിമോ? വേൾഡ് കപ്പ് വിന്നിംഗ് സ്ക്വാഡിലുള്ള സ്കലോണിന്റെ ഇപ്പൊ നന്നായിട്ട് കഴിഞ്ഞ വേൾഡ് കപ്പ് കളിക്കുന്ന സ്കലോണിന്റെ ഫസ്റ്റത്തെ ഒരു 15 ഗെയിം എങ്ങനെ നമുക്ക് കറക്റ്റ് അറിയാം. കാരണം ഓൻ അർജന്റീനയിൽ പോലും അത്രയും വിമർശനങ്ങൾ വന്നിട്ടുണ്ടേനി ഫോർമർ ആയിട്ടുള്ള പ്ലേയേഴ്സിന്റെ അടുത്ത്. പക്ഷെ അതൊരു ടീം ബിൽഡ് ചെയ്യുമ്പോൾ ആഞ്ചലോക്ക് ടൈം വേണം. പെട്ടെന്ന് ഇതാക്കാൻ നമ്മളിത് അതല്ലല്ലോ. ഉം. അല്ല കറക്റ്റ് ആയിട്ട് അതാണ് ചിലർ പറയുന്ന ഒരു കാര്യം അതാണ്. ഇപ്പൊ ഈ ഡെനിസ് ഡൊറിവേലിനൊക്കെ കുറഞ്ഞ സമയം കൊടുത്ത് കുറച്ചും കൂടി കൊടുത്താൽ ചിലപ്പോൾ സെറ്റ് ആവുമായിരുന്നു. ഇതിപ്പോ ഫോറിൻ മാനേജറെ കൊണ്ടുവന്നിട്ടും ഈ 34% പൊസിഷൻ ഉള്ളൂ എന്നൊക്കെ. പിന്നെന്താ അറിയാലോ, എല്ലാ ക്രിട്ടിക്സ് എന്തായാലും ഉണ്ടാവും ഇൻസൈഡ് അതെ അതെ ബ്രസീലിന്. വേറൊന്നും എന്താ വെച്ചാലേ ഈ ഡൊറിവേലിന് എനിക്കും താല്പര്യമില്ല. പക്ഷെ ഈ ഡെനിസ് എന്തൊക്കെ റിലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സാധനമൊക്കെ ആയിട്ട് പക്ഷെ വന്നിരുന്നു. അങ്ങനെ ഒരു പക്ഷെ എന്താ അറിയോ ക്ലബ്ബ് ഫുട്ബോളില് സിറ്റിന്റെ ഫുട്ബോളിനെതിരെ പൊസിഷൻ വെച്ച് ഡോമിനേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാളെ ക്ലബ്ബ് ഫ്ലുമിനൻസ് ഒക്കെ. എനിക്ക് എന്താണെന്ന് അറിയോ, വേറൊരു ഭയങ്കര നിരാശ എന്താ വെച്ചാല് ഈ ക്ലബ്ബ് ലോകകപ്പ് നടന്ന സമയത്ത് ഈ ഒരു ജിയോളജിക്കലി ആ അമേരിക്കയിൽ നടക്കുന്നതുകൊണ്ട് ബ്രസീലിയൻ ക്ലബ്സ് ആയിട്ടുള്ള ബൊട്ടഫോഗോ, ഫ്ലുമിനൻസ്, ഫ്ലമംഗോ ഒക്കെ വന്നിട്ട് ബയേണിനും PSG-നും അടിച്ചിട്ടുണ്ടായിരുന്നു ഈ അമേരിക്കയില്. അപ്പൊ ആ ഒരു നിലക്കൊക്കെ ഈ ഒരു അഡ്വാൻറ്റേജ് വെച്ചിട്ട് ബ്രസീൽ ഒന്നും കൂടെ ഒക്കെ ബെറ്റർ ആയി കളിക്കുന്ന വിചാരിച്ചു. അത് വന്നില്ല. പക്ഷെ ഞാനിപ്പോഴും ഉണ്ടല്ലോ ബ്രസീലിന്റെ കളിയിൽ അപ്പാർട്ട് ഫ്രം നോർവേ മാച്ച് ഞാൻ കൺവിൻസ്ഡ് ആണ്. മീൻസ് റീസെന്റ് ഉള്ള നമ്മളെ യോഗ്യത റൗണ്ട് ഒക്കെ ക്വാളിഫയിങ് റൗണ്ട് അതേപോലെ ഡിനിസിന്റെയും മറ്റേ ഡൊറിവലിന്റെ കണ്ടിൽ ബേസിക്സ് പോലും ഇല്ലാത്ത കളിയാണ് കളിച്ചത്. കാരണം ഒരു ടച്ച് പോലും നമുക്കൊരു 10 പാസ് പോലും കംപ്ലീറ്റ് ആക്കാൻ ആ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അല്ല, മച്ച് ബെറ്റർ അല്ലേ? ടച്ച് മാത്രമല്ല കളി കാണാൻ ഞമ്മക്ക് തന്നെ ഒരു അതെ അതാകുമ്പോ പറയാം ഞാൻ ഇപ്പൊ ഒരിക്കലും മൊറോക്കോ ഒക്കെ ഫസ്റ്റത്തെ ഒരു 35 മിനിറ്റിൽ നമ്മൾ ആട്ടി അടിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ശേഷം മേക്കപ്പ് ചെയ്ത് മുമ്പ് ആ ചേഞ്ചസ് വരുത്തിട്ട് മേക്കപ്പ് ചെയ്ത് പിന്നെ ഹെയ്റ്റ് പിന്നെ അങ്ങനത്തെ ഒരു പക്ഷെ സ്കോട്ട്ലൻഡ് ഗെയിം ജപ്പാൻ ഗെയിം അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. ഞാൻ ഒരിക്കലും ഈ നോർവേ മാച്ചും മൊറോക്കോ ആയിട്ടുള്ള ഒരു ഫസ്റ്റത്തെ ഒരു 30 ഗോൾ അടിക്കണവരുള്ള ടൈമും അതേപോലെ അവസാനത്തെ ഒരു 10 മിനിറ്റ് ഒഴിവാക്കിയ ബ്രസീലിന്റെ എനിക്ക് അത്രയും കുഴപ്പമില്ല. കാരണം നമ്മൾക്ക് റീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് അറിയുന്നുണ്ട്. നമുക്ക് അത് വെച്ചാണല്ലോ അളക്കേണ്ടത്. നമ്മള് 94-ലും 2002-ലും വേൾഡ് കപ്പ് അടിച്ചതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ റീസെന്റ് ആയിട്ട് എന്തായിരുന്നു എന്നുള്ളതിന്റെ കുറച്ച് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്. കുറച്ചും കൂടെ ഒക്കെ ടൈം കൊടുത്താൽ ഇങ്ങനെ പണി അറിയാം, മണ്ടനല്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിന്റെ ഒരു അൺഅവൈലബിലിറ്റി ഉണ്ട്. അതുകൊണ്ടുള്ള കുറെ പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നി. പിന്നെ പറഞ്ഞാല് നമ്മൾ നോട്ട് ഗുഡ് ഇനഫ് ടു എന്താ വിൻ ചെയ്യാനുള്ള അത്ര ടീമല്ല, നമ്മൾ അത്രത്തോളം ഗുഡ് അല്ല. അത് നമുക്ക് റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും വിങ് ബാക്കിൽ ഡാനിലോ ആണ്, മറ്റേ സാന്റോസ് കുഴപ്പമില്ലാത്ത രൂപത്തിൽ കളിച്ചെന്നുണ്ടെങ്കിലും ഡാനിലോ ആണ്. അപ്പോൾ എപ്പോഴും ഫ്രണ്ടിലേക്കുള്ള ഒരു ചാനൽ എപ്പോഴും അവിടെ ക്ലോസ് ആയിട്ട് കിടക്കുക. അതൊക്കെ ഓപ്പോണൻസിന് സുഖ, ഡിഫെൻഡ് ചെയ്യാൻ സുഖ. അതൊക്കെ ഒരു കാരണമാണ്. പിന്നെ അതേപോലെ പാഷനേറ്റ് അല്ല. ഇനിയിപ്പോ അടുത്ത് വരുന്ന ടൂർണമെന്റ് കോപ്പ അമേരിക്കയാണ്. അപ്പൊ അതിലോട്ട് ഏതായാലും CBF ആൻസലോട്ടിനെ ബാക്ക് ചെയ്യുന്ന പറഞ്ഞ്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇനി വേറെ വീഡിയോസിലൊക്കെ തന്നെ കുറച്ച് ആൻസലോട്ടിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് പേഴ്സണലി തോന്നിയ ചില ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ. അപ്പൊ ഏതായാലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം സമയമായി നമുക്ക് ഇനി വേറൊരു ഇതിൽ വരാം. അപ്പൊ ഇന്നിപ്പോ കളി തുടങ്ങാനായി. ഫ്രാൻസ് ഞാൻ ഈ ടൂർണമെന്റ് തുടങ്ങുന്ന മുന്നേ തന്നെ നമ്മുടെ ടീം ബ്രസീലാണെങ്കിലും ബ്രസീൽ എത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഫേവറേറ്റ്സ് ആയിട്ട് കണ്ടിരുന്ന 4 ടീമുകൾ തന്നെയാണ് ഈ സെമി ഫൈനലിൽ എത്തിയിട്ടുള്ളത്. അതിന്റെ അപ്പൊ ഇന്നിപ്പോ നല്ല എനിക്ക് ഇന്നിപ്പോ സ്പെയിന്, ഫ്രാൻസ്, അതുപോലെ തന്നെ നാളെ അർജന്റീന, ഇംഗ്ലണ്ട്. അതിലിപ്പോ എനിക്ക് അർജന്റീന, ഇംഗ്ലണ്ട് കുറച്ചൊക്കെ അവിടെയും വേണ്ടി വീക്ക്നെസ് ഉള്ള ടീം ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ കളിയേക്കാളും ഭയങ്കര ഒന്നുകൂടി വൈബ് കളി നാളെ ആയിരിക്കും തോന്നുന്നു. ആ റിസൾട്ടും ഇതൊക്കെ ഇന്നും നല്ല കളി തന്നെ ആയിരിക്കും. എന്താ തോന്നുന്നത് ഇന്നത്തെ കളി ഫ്രാൻസ് സ്പെയിന്? അത് തുടങ്ങാനായിരിക്കണം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഏകദേശം. അപ്പൊ ഇതിൽ എന്താ തോന്നുന്നത് ഫ്രാൻസ് സ്പെയിന്? അത് സ്പെയിനിന്റെ പൊസിഷൻ ബേസ്ഡ് പ്ലേ, ഫ്രാൻസിന്റെ കൗണ്ടർ ഞാനത് എക്സ്പെക്ട് ചെയ്യണേ. രസമുണ്ടാവും കളി. എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഫ്രാൻസ് ഒന്ന് തോറ്റിട്ടുണ്ടെങ്കിലാണ് അതൊരു അത്ഭുതമായിട്ട് വരിക എനിക്ക് തോന്നുന്നു. അവര് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ഭുതമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും പേപ്പറിൽ നോക്കുമ്പോഴും നാഷൻസ് ലീഗിലും യൂറോ കപ്പിലൊക്കെ തോറ്റിക്കണേ ഫ്രാൻസ് സ്പെയിനോട്. പക്ഷെ ഈ ടൂർണമെന്റില് യമാൽ ആൻഡ് ഫോർവേഡ്, സ്പെയിനിന്റെ ഫോർവേഡ് ഒട്ടും കൺവിൻസിങ് അല്ല. അവർ കളിച്ച രീതിയൊക്കെ നോക്കുമ്പോൾ ഫ്രാൻസ് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ അവർ ഡോമിനേറ്റ് ചെയ്ത്
കൺവിൻസ് ആയി ജയിച്ച പോലെയല്ല സ്പെയിൻ കളിച്ചത്. അപ്പൊ ആ അതെ ഒരു അതെ ശരി. നോക്കുമ്പോ ഫ്രാൻസിന് പിന്നെ ആ ഫ്രാൻസിന്റെ ഫോറ് ഫ്രണ്ട് ഫോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലൂയിഡിറ്റിയാണ്. 4 പേര് മാറി മാറി കളിക്കുന്നത്. അപ്പൊ അതൊരു അടിച്ച് അവർക്ക് ഉണ്ട് തോന്നുന്നു. പിന്നെ പറഞ്ഞ പോലെ സ്പെയിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു ഗോള് ഫ്രാൻസിനെക്കാളും കുറച്ച് വാങ്ങിയിട്ടുള്ള സ്പെയിനാണ്. പിന്നെ സ്പെയിന് പന്ത് ഇവർക്ക് കൊടുക്കൂല. പന്ത് കൊടുത്താലല്ലേ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ആ അതെ ഡിഫെൻഡ് ചെയ്യുന്ന ലോ ബ്ലോക്ക് അല്ല, പന്ത് ഇവരെന്നെ കീപ്പ് ചെയ്തിട്ടുള്ള ഡിഫൻസ് ഒരു പരിപാടി. മിഡ്ഫീൽഡും ഡിഫൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സ്പെയിനാണ് ബെറ്റർ. പക്ഷെ ഫോർവേഡ് നോക്കുകയാണെങ്കിൽ എന്തായാലും ഫ്രാൻസ് ആണ് ബെറ്റർ. അപ്പൊ ഫ്രാൻസിന്റെ ഫോർവേഡും ഇവരെ മിഡ്ഫീൽഡ് എങ്ങനെ റോഡ്രി ഒക്കെ ആയിട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് അനുസരിച്ചിരിക്കും. അതെ അപ്പൊ അതെ എന്നാ ശരി, കളി തുടങ്ങാനായി. അതെ എക്സൈറ്റിംഗ് മാച്ച്. അതെ, നോക്കാം. അപ്പൊ ശരി. അപ്പൊ എന്നാ വേറൊരു വീഡിയോയിൽ വരാം പിന്നെ. ശരി, ഓക്കെ. ഓക്കെ ശരി.